ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിക്കുക എന്നുള്ള പദ്ധതി കുറേ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനും അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ടെറസിൻ്റെ മുകളിൽ മണ്ണും എൽപ്പൊടി ചാണകപ്പൊടി പിന്നെ വേസ്റ്റിൻ്റെ വളം ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുന്ന് ഇട്ട് വെച്ചതായിരുന്നു. പിന്നെ അതൊന്ന് സെറ്റ് ആവട്ടെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് കരുതിയാണ്ട് കുറച്ച് ദിവസം അങ്ങനെ വെച്ചു. പിന്നെ ആ തിരക്കായി പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ അതവിടെ അങ്ങനെ കിടക്കുമായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഒന്ന് ഏതായാലും തുടങ്ങാമെന്ന് കരുതി തുടങ്ങിയതാണ്. ആണെങ്കിൽ അപ്പം ഇന്ന് ട്യൂഷന് പോയിട്ടുണ്ട്. അവന് നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഴിച്ചിടാനും നോക്കാനൊക്കെ. പക്ഷെ ഇനി അവനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇത് പിന്നെയും നീണ്ടു പോവും. അപ്പം ഞാനിന്ന് കുറച്ച് ഫ്രീ ആണ്, അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി തുടങ്ങിയതാണ്. അപ്പോൾ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ റബ്ബറിൻ്റെ ഇല കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. കൊഴിയണ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്, തഴു വരലും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് കുറവുണ്ടാവും. അപ്പം എന്നാൽ വേഗം അവിടെയൊക്കെ റെഡിയായി ചപ്പും ചമറൊക്കെ മാറ്റാമെന്ന് കരുതി അത് കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സഹായത്തിന് അതാ അല്ലും അതുകൊണ്ട് ഒപ്പം മുന്നിൽ നിൽക്കുന്നുണ്ട്. സഹായമുണ്ട്, അതിൻ്റെ കൂടെ ഇരട്ടി പണിയുണ്ട്. പിന്നെ താഴെ കുറച്ച് പാത്രങ്ങളിൽ ചെടിയൊക്കെ ഉള്ളതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതിൽ മണ്ണും കൂടെ ഉള്ള പാത്രങ്ങളായിരുന്നു. അപ്പോൾ അതെനിക്ക് അത് കൊണ്ടുവരാൻ വേണ്ടി പറ്റണില്ല, അത്രയ്ക്ക് കനമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷിബുവിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് കൊടുന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തിന് 2 പാത്രം അവിടെ ഉണ്ടായിരുന്നു, 2 പാത്രം കൂടി കൊടുന്ന് തന്നു. പിന്നെ ആ പാത്രത്തിൽ കൂടെയുള്ള മണ്ണ് അവിടെ ഉറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തട്ടിക്കൂട്ടി ആ മണ്ണൊക്കെ റെഡിയാക്കി അതിന് എടുത്തിട്ടുണ്ട്. എന്നാലേ ഇനി പുതിയ മണ്ണ് വളമൊക്കെ ഉള്ള മണ്ണ് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി. പിന്നെ ഞാൻ കൂട്ടി വെച്ച ചപ്പ് ഒക്കെ വാരി ഒരു ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ ഇനി പരത്തിയത് മുറ്റത്തേക്ക് ഇട്ടാൽ അല്ലെങ്കിൽ തന്നെ മുറ്റടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഇല കൊഴിഞ്ഞും കൂടി ആകുമ്പോൾ അല്ലെങ്കിൽ അവരതൊക്കെ അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇടും. അപ്പോൾ അതിന് വേണ്ടത് വേഗം അത് ചാക്കിലാക്കി വെച്ചു. പിന്നെ ആ സൈഡിലുള്ള കറ്റാർ വാഴകളൊക്കെ മാറ്റി ഇപ്പുറത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഡ്രാഗൺ ഫ്രൂട്ടാണ് റെഡിയാക്കണത്. അപ്പോൾ ആ ഭാഗത്താണ് ഡ്രാഗൺ ഫ്രൂട്ടിന് വെക്കാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ കറ്റാർ വാഴകളൊക്കെ അവിടെ നിന്ന് മാറ്റി അവിടേക്ക് അടിച്ച് റെഡിയാക്കി. ഇനി ആ പാത്രത്തിൽ മണ്ണൊക്കെ നിറയ്ക്കണം. പിന്നെ മണ്ണെല്ലാം വളവും എല്ലാതും കൂടി ഒന്നിച്ചാവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇളക്കി റെഡിയാക്കണേലും കൂടുതൽ എൻ്റെ ആദുണ്ട് ചുറ്റികൊക്കെ എടുത്താണ്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് കളച്ചൊക്കെ തരുന്നുണ്ട്. മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ തെറിച്ച മണ്ണൊക്കെ അടിച്ചു വാരി സെറ്റാക്കി പാത്രം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. മരത്തിൻ്റെ ഒരു തൂണാണ് വെക്കുന്നത്. അപ്പോൾ അത് വെച്ച് കൊടുത്താണ്ട് അതിൽ മണ്ണ് നിറയ്ക്കുകയാണ് ചെയ്യണത്. കനായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ടുപോയി വെക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ കാട്ടി. അപ്പോൾ മണ്ണ് ഒരു മുറം കൊണ്ട് വാരി അതിലിട്ടപ്പോൾ ആദൂന് വേണം. കൊടുക്കാതിരുന്നപ്പോൾ അതിൻ്റെ വാശിയാണ്. 2 ചാട്ടമൊക്കെ ചാടി നിന്നിട്ടുണ്ട്. അവൻ്റെ വാശി അങ്ങനെയാണ്. ചവിട്ട് നാടകം പോലെ കുറച്ച് ചാടിക്കളി നടത്തും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് ഞാൻ ഒരു പാത്രം ഒരു അടപ്പ് കൊടുത്തു. കുറച്ച് നേരമൊക്കെ അതിൽ കൊടുന്നു. പിന്നെ അതിന് പറ്റണില്ല, ചെറിയ അടപ്പാണ്, അതിൽ കൊള്ളണില്ല എന്നുള്ളതാണ്. പിന്നെ എൻ്റെ അടുത്ത് നിന്ന് മുറം വാങ്ങി അവർ കൊടുന്ന് ഇറക്കിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അല്ലുവിനും വേണം. അപ്പോൾ ഒരു പ്രാവശ്യം അല്ലും ഒരു പ്രാവശ്യം ആദ്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അതിനുള്ള സന്തോഷമാണ് അവിടെ കൈയൊട്ടി കാണിച്ചു തരുന്നത്. അങ്ങനെ അവരത് 2 ആളും കൂടി റെഡിയാക്കി എനിക്ക് തന്നു മണ്ണ്. അപ്പോൾ ഞാൻ അവിടെ പിടിച്ച് അവർ 2 ആളാണ് കൊടുന്ന് നിറച്ച് വെച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് മുറിച്ച് വരാൻ വേണ്ടി താഴേക്ക് വന്നു. അവിടെ നിന്ന് അത് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴാണ്
നമുക്ക് കുറച്ചും കൂടി വെക്കാനുള്ള ഇത് തയ്യല്ല അതിൻ്റെ തണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ 2 പാത്രത്തിൽ ഏതായാലും വെച്ച് തുടങ്ങിയല്ലോ, എന്നാൽ 2-3 പാത്രത്തിലും കൂടി എക്സ്ട്രാ വെക്കാൻ എഴുതി 2 പാത്രം എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതിലും കൂടി ആക്കി വെച്ച് ഒക്കെ റെഡിയാക്കി തൂണൊക്കെ കൊടുത്ത് എല്ലാത്തിനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് വെള്ളം നനച്ച് കൊടുത്തു, അധികമൊന്നുമില്ല, ഒരിത്തിരി വെള്ളം നനച്ച് കൊടുത്തു. ഡ്രാഗൺ ഫ്രൂട്ട് നടൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി റെഡിയാക്കേണ്ടത് കറ്റാർവാഴയാണ്. അത് കുറച്ച് ടൈം പിടിക്കും. എല്ലാത്തിലും നിറയെ തൈകളുണ്ട്. അപ്പോൾ ചില കവറുകളൊന്നും ചാക്കൊന്നും കേട് വന്നിട്ടില്ല. അപ്പോൾ അത് അതേപോലെ തന്നെ വെച്ച് അതിലുള്ള തൈകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ചീഞ്ഞ തണ്ടൊക്കെ മാറ്റി അത് റെഡിയാക്കി അങ്ങോട്ട് തന്നെ മാറ്റി വെച്ചു. ഇനി ആ തൈകൾക്കൊക്കെ കുറേ കവറുകൾ ഞാൻ എക്സ്ട്രാ വേറെ കാണണം. അതിനുള്ള മണ്ണും തികയുമെന്ന് അറിയില്ല. എന്തായാലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. കളയാൻ തോന്നണില്ല, കാരണം ഇതുണ്ടായി കിട്ടാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയോ തവണ വാങ്ങിയിട്ട് നന്നാവാതിരുന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ഭാഗ്യത്തിന് ഉണ്ടായപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിലധികം. നമുക്ക് കളയാൻ തോന്നില്ലല്ലോ. അപ്പോൾ എല്ലാതും പറ്റണ പോലെ സെറ്റാക്കി വെച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കുറച്ച് അത്രയൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്ക് വെയിലുമായി. അപ്പോൾ പിന്നെ പോയി. പിന്നെ കല്യാണം ഉണ്ടായിരുന്നു വൈകുന്നേരം, അതിനും പോയി. പിന്നെ വൈകുന്നേരം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പിറ്റേത്തെ ദിവസമാണ് ചെയ്യാൻ പറ്റിയത്. അത് പിന്നെ രാവിലെ പറ്റിയില്ല, വൈകുന്നേരത്തിനാണ് അപ്പോഴും നിന്നത്. അതുകൊണ്ട് രാത്രി ആകുമ്പോഴേക്ക് പെട്ടെന്ന് തീർക്കണം എന്ന് എഴുതിയാണ്ട് വേഗം എല്ലാതും റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് നിറയെ ഇലകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി വാരി ചാക്കിലാക്കി എല്ലാ തൈകളും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു തൈയും കളഞ്ഞിട്ടില്ല. പിന്നെ കുറച്ചൊക്കെ തൈകൾ പിന്നെ വലിയ ചാക്കിലും കവറിലും ഒക്കെ ആക്കി കൂടെ തന്നെ വെച്ചതാണ്. പിന്നെ മണ്ണും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എക്സ്ട്രാ എടുത്ത് കൊടുന്ന് വെക്കാൻ ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ അതിൽ കൂടെ തന്നെ സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അതിൽ കൂടെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി. എല്ലാത്തിനും ഒന്ന് നനച്ചു കൊടുത്ത് ഡ്രാഗൺ ഫ്രൂട്ടിനും ഒന്ന് നനച്ചു. അപ്പോൾ എല്ലാതും റെഡി ആയിട്ടുണ്ട്. കറ്റാർവാഴ നല്ല ഇതിൽ വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടും എനിക്ക് കഴിയുന്ന പോലെ നട്ടിട്ടുണ്ട്. ഇനി അത് റെഡിയായി വരട്ടെ, കായൊക്കെ ഉണ്ടാവട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബായ്.